ഓം നമ ശിവായ. ഇന്ന് നമ്മൾ ദ്വാദശ ജ്യോതിർലിംഗാനി എന്ന ഒരു പുതിയ വീഡിയോയാണ് കാണാൻ പോകുന്നത്. അസ്മിൻ വീഡിയോ മധ്യേ ദ്വാദശ ജ്യോതിർലിംഗാനി കാനി തത് കുത്ര അസ്തി, തസ്യ കഥാ കിമസ്തി, തസ്യ സവിശേഷത കിമസ്തി, ഏതാദൃശാനി വിഷയാണി പശ്യാമः. അപ്പോൾ ഇതാണ് 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് പറയുന്ന ശ്ലോകം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല ശ്ലോകമാണ്. രാവിലെയും വൈകിട്ടും ഇത് വായിക്കുന്നവർക്ക് 7 ജന്മങ്ങളിൽ ചെയ്ത ആ പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാ മഹാകാലം ഓംകാരം അമലേശ്വരം പരല്യാം വൈദ്യനാഥം ച ഢാകിന്യാം ഭീമശങ്കരം सेतुपन्थे तु रामेशं नागेशं धारुकावने वारणस्यां तु विश्वेशं त्र्यम्बकं गौतमीतटे हिमालये तु केदारं घुष्मेशं च शिवालये एतानि ज्योतिर्लिङ्गानि सायं प्रातः पठेन्नर सप्तजन्मकृतं पापं स्मरणेन विनश्यति. This is the famous sloka that says about the 12 Jyotirlingas. So I think you guys heard of this. You might be. एवं भवति अस्य उच्चारणं. सौराष्ट्रे सोमनाथं च श्रीशैले मल्लिकार्जुनम् उज्जयिन्यां महाकालम् ओंकारम् अमलेश्वरं परल्यां वैद्यनाथं च डागिन्यां भीमशङ्करं सेतुबन्धे तु रामेशं नागेशं धारुकावने വാരാണസ്യാം തു എന്നാണ് അതിൻ്റെ ഉച്ചാരണം. കുത്രചിത് സ്ഥലേഷു വാരാണസ്യാം ഇതി ദൃശ്യത്തെ. വാരാണസ്യാം തു വിശ്വേശം ത്രയംബകം ഗൗതമീതटे ഹിമാലയേ തു കേദാരം ഘുഷ്മേശം ച ശിവാലയേ ഏതാനി ജ്യോതിർലിംഗാനി സായം പ്രാതഃ പഠേത് നരഃ സപ്തജന്മകൃതം പാപം സ്മരണേന വിനശ്യതി. ഏതാദൃശാനി ദ്വാദശ ജ്യോതിർലിംഗാനി സ്മൃത്വാ പ്രാതഃ ഉത്തിഷ്ഠതി സായംകാലേ നിദ്രായാം ഗച്ഛതി ചേത് സപ്തജന്മേ കൃതാനി സർവാണി പാപാനി സ്മരണേനൈവ വിനശ്യതി ഇതി ഉച്യത്തെ. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം. സൗരാഷ്ട്രം ഇത്യുക്തെ കുത്ര? സൗരാഷ്ട്രः നാമ ഗുജറാത്ത് इति अर्थः. सोमनाथः कः? साक्षात् भगवान् शङ्करः. सोमः इत्युक्ते चन्द्रः, मून्. सोमनाथः कः? शिवൻ. സാക്ഷാത് ശിവനാണ്. അപ്പോൾ ഗുജറാത്തിലാണ് ഭഗവാൻ ശിവൻ്റെ ആദ്യത്തെ ജ്യോതിർലിംഗം ഉള്ളത്. പിന്നെ എവിടെയാണ്? ശ്രീശൈലം. വെരി ശ്രീശൈലം ഈസ് അറ്റ് ആന്ധ്രാപ്രദേശ്. ശ്രീശൈലം ഈസ് എ ഫേമസ് മൗണ്ടൻ റേഞ്ച്. മല്ലികാർജുനः തത്ര ഭഗവാൻ ശിവः തസ്യ നാമः മല്ലികാർജുനः ഇതി. ഗുജറാത്തിലുള്ള ജ്യോതിർലിംഗത്തിൻ്റെ പേര് സോമനാഥൻ എന്നും ശ്രീശൈലത്തിലുള്ള ജ്യോതിർലിംഗത്തിൻ്റെ പേര് മല്ലികാർജുനൻ എന്നുമാണ്. So here is Mallikarjuna and there is Somnath.
Okay. So here is a figure of Somnath at Gujarat. तत्र चित्रे द्रष्टुं शक्नुमः साक्षात् शिवशङ्करस्य सोमनाथे यत् प्रतिष्ठा अस्ति तस्यैव चित्रं भवति. तत्र कथा किमस्ति सोमनाथे सौराष्ट्रे ज्योतिर्लिङ्गस्य इति प्रश्नः चेत् भगवान् चन्द्रः तस्य तेन दक्षराजस्य 27 പെൺമക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ 27 പുത്രിമാരോടൊപ്പം വിവാഹം ചെയ്തിരുന്നു. തഥാപി സഹ തസ്യ പത്നി രോഹിണീം പ്രതി കൂടുതൽ രോഹിണിയോടായിരുന്നു ഇഷ്ടം. തസ്യാം പ്രതി ഏവ സഹ ഇച്ഛിതവന്തഃ. വൈഫായ രോഹിണിയോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. സോ ഹി വാസ് ഫേവേർഡ് രോഹിണി. But still, he had 27 wives, okay. അപ്പോൾ ദക്ഷരാജः ക്രുദ്ധः ജാതः. സോ ഹി കേഴ്സ്ഡ് സോമ ടു ലോസ് ഹിസ് റേഡിയൻസ്. ചന്ദ്രൻ്റെ ആ ഒരു പ്രഭ നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചു. തദനന്തരം കിമഭവത്? സോമः സാക്ഷാത് ചന്ദ്രദേവः ഭഗവാൻ ശിവൻ്റെ അടുത്ത് വന്നു. തം പ്രതി പ്രാർത്ഥനാമകുർവൻ, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ശിവനാണെങ്കിൽ ശാപത്തിൽ നിന്ന് മുക്തി നൽകി. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നമുക്ക് കാണാം, ചില ദിവസങ്ങളിൽ ഫുൾ മൂൺ ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഹാഫ് മൂൺ ആയിരിക്കും. ആ ഷേപ്പ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യും. യു ഗൈസ് ഷുഡ് ഹാവ് സീൻ ദാറ്റ്, റൈറ്റ്? അങ്ങനെയാണ് ശിവനെ സോമൻ, അതായത് ചന്ദ്രൻ വർഷിപ്പ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് തസ്യ നാമഃ സോമനാഥഃ ഇതി ജാതം. തത് ജ്യോതിർലിംഗഃ സോമനാഥഃ. അവഗതം इति मन्ये गच्छामि. मल्लिकार्जुनः सः आन्ध्रप्रदेश मध्ये श्रीशैले अस्ति. तस्य चित्रमेव अत्र दत्तं भवति. मल्लिकार्जुनः सोमनाथस्य प्रार्थना किमर्थं करिष्यति इति प्रश्नः चेत्, സോമനാഥം പ്രാർത്ഥയതി ചേത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, നമ്മൾക്ക് അനുഭവപ്പെടുന്ന ശാപങ്ങൾ, മറ്റൊരാൾ നമ്മളെപ്പറ്റി എന്താ പറയുക, ദൂഷണം പറയുകയാണെങ്കിൽ, മോശം പറയുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി, പിന്നെ രോഗമുക്തി, ഭഗവാന്റെ ഒരു വളരെ അനുഗ്രഹപൂർണമായ ഒരു പ്രതിഷ്ഠയാണ് സോമനാഥ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ലെറ്റ്സ് കം ടു മല്ലികാർജുന. തത്ര കഥ കിമസ്തി ഇതി ചേത്, ഭഗവാൻ ശിവः സാക്ഷാत् പാർവതി देव्याः साकं यदा कैलासे अवसत्, तदवसरे तस्य द्वौ पुत्रौ आस्तां. सर्वे ज्ञातवन्तः इति अहं मन्ये. ഗണേശനും കാർത്തികേയനുമായിരുന്നു 2 മക്കൾ. ഇതല്ലാതൊരു പുത്രിയുണ്ട്, അതാരാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഗണേശനും കാർത്തികേയനും അവർക്കിടയിലൊരു ഒരു പ്രശ്നം വന്നു, ഒരു ഡിസ്പ്യൂട്ട് വന്നു. അത് കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, നാരദൻ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, ആരാണ് ഈ യൂണിവേഴ്സ് മൊത്തം ചുറ്റി വരുന്നത് അവർക്കൊരു സമ്മാനം എന്ന രീതിയിലൊരു കഥ പറഞ്ഞിരുന്നു. തത്ര കിം അഭവത് ഇതി ചേത്, സാക്ഷാത് കാർത്തികേയഃ നാരദസ്യ വചനം സ്വീകൃത്യ സർവം ഭുവനം ദ്രഷ്ടും ഗതവന്തः. परन्तु अत्र गणेशः सः स्वपितरौ एव साक्षात् भुवनमिति मत्वा तं സർക്കുലേറ്റ് കൃതവന്തः. അച്ഛനെയും അമ്മയും അവരാണ് ലോകമെന്ന് മനസ്സിലാക്കി ഗണേശൻ അച്ഛനെയും അമ്മയും ചുറ്റും വലം വെച്ചു. കാർത്തികേയൻ അത് ലിറ്ററലി എടുത്ത് ലോകം മുഴുവൻ കറങ്ങിയിട്ട് വന്നു. അതः അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഇടയിൽ അടിയായി. അപ്പം കാർത്തികേയന് പെട്ടെന്ന് പിണങ്ങും, ഭഗവാൻ മുരുകന് പെട്ടെന്ന് വിഷമം വരും, പിണക്കം വരും. അപ്പോൾ എന്ത് ചെയ്തു, മുരുകൻ പിണങ്ങി അങ്ങ് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തിലേക്ക് പോയി. അവിടെ ആ മലനിരകളിൽ പോയിരുന്നു. അപ്പോൾ ഇത് കണ്ട് വിഷമം വന്ന പാർവതി പരമേശ്വരौ തത്ര ഗതവന്തौ ശ്രീശൈലം മധ്യേ. അവിടെ പുത്രം സഹ മിലിത്വ പുത്രനെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് തത്രൈവ സഹ ശിവः ജ്യോതിർലിംഗരൂപേണ സ്ഥിതവन्तः. तस्य ज्योतिर्लिङ्गस्य नाम भवति मल्लिकार्जुनः. तत्र पार्वतीदेवी
अपि अस्ति, तस्याः नाम भवति भ्रमराम्बा. ഓക്കെ, അവിടെ ദേവിയുടെ പ്രതിഷ്ഠയെ ഭ്രമരാമ്പെന്നും ശിവന്റെ പ്രതിഷ്ഠയെ മല്ലികാർജുന എന്ന് പറയും. മല്ലിക ഇത്യുക്തെ മുല്ലപ്പൂവ്, അർജുന ഇത്യുക്തെ ശിവ, മംഗളകാരി ഇത്യർത്ഥ. ഓക്കെ, ഇതല്ലാതെ ഇതേ കഥയ്ക്ക് വേറൊരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റോറി ഉണ്ട്. അത് പഴനിയുമായി ബന്ധപ്പെട്ടാണ്. തമിഴ്നാട്ടിലെ പഴനി ഭഗവാന്റെ പളനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരു മാമ്പഴമായിരുന്നു സമ്മാനം. അപ്പോൾ ഗണേശൻ അത് കിട്ടി, കാർത്തികൻ കിട്ടിയില്ല. പിണങ്ങി ഭഗവാൻ അങ്ങ് തമിഴ്നാട്ടിൽ പഴനി ആ മലയിൽ പോയിരുന്നു. പിന്നെ അവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടായി, അവിടെ ക്ഷേത്രം വന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഐ ഹാഡ് ഓഫ് ദാറ്റ് ഇൻ മൈ പ്രീവിയസ് time, in my childhood, all those times when I studied the Dvatasha Jyotirlinga Sloka, I met with this story which is connected with the Sri Shaila mountain ranges. Okay, so I mentioned the both here. Agre gachami. Ujjainya mahakalam omkaram amaleshwaram. Ujjaini എവിടെയാണ്? ഉജ്ജയിൻ. Okay guys, do comment, where is Ujjain? Okay, महाकालः. तत्र उज्जैन्या मध्ये यः ज्योतिर्लिङ्गः अस्ति तस्य नाम महाकालः. ओङ्कारेश्वरः उद अमलेश्वरः अपि अस्ति. ओङ्कारम् अमलेश्वरम्. ഓംകാരേശ്വരനെന്നും അമലേശ്വരനെന്നും പറയും. അത് അടുത്ത ജ്യോതിർലിംഗത്തിൻ്റെ പേരാണ്. അഗ്രേ ഗച്ഛാമി. മഹാകാലേശ്വരः. ചിത്രെ പശ്യതു തസ്യ വദനം ഖലു. കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നില്ലേ? മഹാകാലേശ്വരः നാമേ കാലः अस्ति. സാക്ഷാത് ചിത്രേ അപ്പി കാലः. തത് ഭയം ചിത്രാദപി കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഇൻ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. നോട്ട് ഇൻ മഹാരാഷ്ട്ര, ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്, MP. उज्जयिनी मध्ये महाकालेश्वरस्य ज्योतिर्लिङ्गः अस्ति. तस्यैव चित्रः अत्र दत्तं भवति. महाकालेश्वरः, तस्य रूपः किञ्चित् क्रुद्धः इति मन्ये. अग्रे गच्छामि. ओके, कथा तत्र उज्जयिनी मध्ये चन्द्रसेनः इति कश्चन राजा आसीत्. सः शिवभक्तः च आसन्. तत्र एकः बालः अस्ति, श्रीकरः. चन्द्रसेनः राजा, तस्य भक्ति शिवं प्रति एव. तथैव अयं बालकः अपि शिवं प्रति तस्य भक्तिं प्रदर्शयामास. सोऽपि शिवभक्तः आसन्. तत्समये तत्र दूषणः नाम कश्चन असुरः आगतवन्तः. असुरः उज्जयिनी मध्ये आक्रमणं कृतवान्. ब्रह्मदेवस्य वरदानमासीत् तस्य कृते. तथैव सः एतादृशानि പാപകർമാണി അകുർവൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചന്ദ്രസേനൻ എന്ന രാജാവിൻ്റെ ഉജ്ജയിനി രാജ്യത്തിൽ ദൂഷണൻ എന്നൊരു അസുരൻ വന്ന് ആക്രമിച്ചു. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചന്ദ്രസേനനും ശ്രീകരനും ഒക്കെ ശിവഭക്തരായിരുന്നു. അവർ രണ്ടുപേരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ഭഗവാൻ ഭൂമിയിൽ നിന്നാണ് വന്നത് ആ ലിംഗം. അതുകൊണ്ട് അത് സ്വയംഭൂ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ രൂപമാണ് മഹാകാലഃ. അങ്ങനെയാണ് അസുരനായ ദൂഷണനെ മാരിത്തവാൻ. സഹ മഹാകാലേശ്വരः സാക്ഷാത് ശിവः ദൂഷണം മാരിത്തവാൻ, കൊന്നു. അതാണ് കഥ. സഹ ലിംഗः സ്വയം ജ്യോതിർലിംഗः. സോ മഹാകാലേശ്വര ഈസ് വർഷിപ്ഡ് ഫോർ ദ മൃത്യുഭയ. मृत्युञ्जयः भवति. सः मृत्युभयरक्षणार्थं तस्य प्रार्थयति चेत् उत्तमं भविष्यति इति कश्चन विश्वासः अपि अस्ति. You see the picture of Omkareshwar at Mandhata at Madhya Pradesh. So Omkareshwarah तस्य नाम अमलेश्वरः इत्यपि अस्ति. तत्र एवमपि मया श्रुतं 2 ज्योतिर्लिङ्गങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇതാനിമഹം തദ്വിഷയെ വക്തും അത്രമാത്രം എനിക്ക് ജ്ഞാനമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഗ്രേ ഗച്ഛാമി. യത് മമ മതിഃ അസ്തി തത് മതിം മധ്യേ തിഷ്ട്വാ അഹം ഏതാദൃശാനി കാര്യാണി വീഡിയോ മധ്യേ വച്മി. യഥാവത് സമസ്യാനി പ്രശ്നാനി ഭവന്തस्य कृते अस्ति चेत् कमेण्ट् मध्ये पृच्छतु. अहं तद् गवेषणं कृत्वा वच्मि.
तत्र किं कथा इति चेत् വിന്ധ്യാപർവ്വതം. വിന്ധ്യ എന്ന മൗണ്ടന് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ വലിയ പർവ്വതമാണ്, എന്നിൽ കവിഞ്ഞൊരു മൗണ്ടൻ ഇല്ല. നാരദഃ ഏകത ആഗതവന്തഃ വിന്ധ്യാം പ്രതി ഏവ മുക്തവാൻ, നിന്നേക്കാളും വലിയ പർവ്വതമാണ് മേരു പർവ്വതം. അപ്പോൾ വിന്ധ്യപർവ്വതത്തിന് അത് വിഷമായി. ഓ ഹി ഹർട്ടായിട്ട് പുള്ളി എന്ത് ചെയ്തു, വിന്ധ്യപർവ്വതം തപസ്സനുഷ്ഠിച്ച് ശിവനെ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാ പർവ്വതങ്ങളെയും മുകളിൽ ഞാനായിരിക്കണം എന്ന ഒരു ഈഗോ നമുക്കും ഉണ്ടാവില്ലേ, എല്ലാരെക്കാളും ഐ ആം ദ സുപ്പീരിയർ ഓഫ് എവ്രി വൺ, അങ്ങനെ ഒരു ഈഗോ. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. തസ്യ ഈഗോ പ്രതിം അതിനെ നശിപ്പിച്ചു. യഥാ ഈഗോ നശ്യതി വിന്ധ്യപർവ്വതഃ സ്വസ്യ അപരാധഃ സ്മൃത്വ ഭഗവാൻ പ്രാർത്ഥയാമാസ. തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി വിന്ധ്യപർവ്വതം ഭഗവാനെ പ്രാർത്ഥിച്ചു. തത്ര ശിവഃ സ്വയം ഓംകാരേശ്വര രൂപേ ആഗതവന്തഃ. തത്ര he destroyed the ego of Vindhya-parvata. That's why he is called Omkareshwara uta Amaleshwara. Okay. तत्र एकं प्रथा अस्ति, ओंकारेश्वरः ज्ञानाय, अमलेश्वरः भक्ति. उभयोर् आवश्यकं किमर्थं मोक्षाय, ज्ञानं च भक्तिं च मोक्षाय इति कश्चन प्रथा अपि तत्र अस्ति. ജ്ഞാനവും അറിവും ഭക്തിയും എന്തിനാണ്? മോക്ഷത്തിന് വേണ്ടിയാണ്. നമ്മളെല്ലാം മോക്ഷുക്കളാണ്, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആൻഡ് ഐ ഡോണ്ട് believe in those kinds of things, but still I pray to God. Okay. परल्यां वैद्यनाथं ढाकिन्यां भीमशङ्करम्. ओके, परल्या मध्ये कः अस्ति? तत्र ज्योतिर्लिङ्गः वैद्यनाथः अस्ति. ढाकिन्यां मध्ये कः अस्ति? तत्र भीमशङ्करः अस्ति. ओके, there is the mentioning of the two Jyotirlingas. One is in Parali and other is in the Dagni region. Okay, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മഹാരാഷ്ട്രയിലുള്ള പർലി അല്ലെങ്കിൽ പരളി എന്ന സ്ഥലത്തെ പാലി എന്ന് വേണമെങ്കിലും പറയാം. വൈദ്യനാഥൻ്റെ രൂപം പ്രതിഷ്ഠ. തത്ര ചിത്രേ बहु सुन्दरं चित्रमिति मन्ये. चित्रे भवन्तः द्रष्टुं शक्नुमः खलु. अग्रे गच्छामि. तत्र वैद्यनाथस्य कथा एवं भवति. रावणः सुप्रसिद्धः शिवभक्तः आसीत्. सः तपः कुर्वन् पुनः किम् अभवत्? भगवान् शिवः स्वस्य आत्मलिङ्गं രാവണൻ പ്രതി ദത്തവാൻ. ആത്മലിംഗത്തെ രാവണന് തൻ്റെ രാവണൻ്റെ തപസ്സിൽ പ്രീതിപ്പെട്ട് ശിവൻ നൽകി. പക്ഷെ രാവണൻ എന്ത് തീരുമാനിച്ചു? ആത്മലിംഗം കണ്ടെങ്കിൽ ലങ്കയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ദേവന്മാർ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ നാരായണൻ എന്ത് ചെയ്തു? നാരായണന് ബുദ്ധി തോന്നി, നമുക്ക് ഗണേശനെ അയക്കാം, എന്നിട്ട് അവൻ്റെ പ്ലാനൊക്കെ അങ്ങ് കുളമാക്കാം എന്ന് തീരുമാനിച്ചു. തഥഃ വിഷ്ണു ഭഗവാൻ സഹ ഗണേശം कार्याणि उक्तवान्. गणेशः रावणस्य മാർഗേ ആഗതവാൻ. തത്സമയെ രാവണന് പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്ന് നദിയിൽ പോകേണ്ടി വന്നു. അതായത് കഥയിൽ ഇങ്ങനെ പറയുന്നത് സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് നദി സന്ധ്യാസമയം ആയതുകൊണ്ട് പോയി എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ലിംഗം താഴെ വെക്കാൻ പാടില്ല, ആത്മലിംഗം. യഥാ ഭഗവാൻ ശിവ ലിംഗം ദത്തവാൻ തത്സമയെ സഹ ഉക്തവാൻ ലിംഗത്തെ ഒരിക്കലും ഭൂമൗ മധ്യേ മാ സ്ഥാപയതു. അവിടെ വെക്കരുത് ഭൂമിയിൽ. എവിടെ വെക്കുന്നോ തത്ര ലിംഗഃ സ്വയം തത്രൈവ ഉപവിശതി. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ലിംഗം അവിടെ ഉറച്ചു പോകും. അപ്പം എന്ത് ചെയ്തു? ഇവിടെ ഗണേശൻ ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ വന്നു, ലിംഗം മേടിച്ചു. ഈ ലിംഗത്തിന് വലിയ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്നു. ഗണേശൻ എന്താ ശരിക്കും ലിംഗം വെക്കാനാണ് വന്നത്, ലങ്കയ്ക്ക് ലിംഗം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം ലിംഗത്തെ അവിടെ അങ്ങ് വെച്ചു. അതാണ് അടുത്ത ജ്യോതിർലിംഗം. ഓക്കെ, രാവണൻ വന്നു, രാവണൻ ലിംഗം എടുക്കാൻ നോക്കി, പറ്റുന്നില്ല. രാവണൻ അങ്ങ് മെൻ്റലി ഫിസിക്കലി ഒക്കെ അങ്ങ് വൂണ്ടഡ് ആൻഡ് സ്ട്രെസ്ഡ് ആയി. സഹ ബഹു ദുഃഖിതഃ അഭവൻ. തത്സമയെ വൈദ്യനാഥः സാക്ഷാത് ശിവः തത്ര ആഗതः സ്വയം രാവണനെ ആശ്വസിപ്പിച്ചു. അതാണ് വൈദ്യനാഥः ഇതി. വൈദ്യനാഥം പ്രാർത്ഥയതി ചേത് അസ്മാകം രോഗാണി ശമയതി ഇതി വിശ്വാസः. He can heal us both mentally and physically.
एवं भवति भीमशङ्करः सः कुत्र अस्ति? भीमशङ्करः इति ज्योतिर्लिङ्गः महाराष्ट्रमध्ये अस्ति. भीमशङ्करः चित्रे पश्यतु, भीमशङ्करस्य ज्योतिर्लिङ्गः चित्रे दत्तमस्ति. अहं लिङ्गं किम् इति एकं वीडियो मध्ये वच्मि. अस्य अग्रिमवीडियो मध्ये 12 ज्योतिर्लिङ्गानि पार्ट् 1 भवति एतत्, पार्ट् 2 मध्ये लिङ्गं किम् इति अपि वच्मि. തത്ര 2 കഥകളുണ്ട് ഈ ഭീമശങ്കരനെ കുറിച്ച്. അതിൽ ആദ്യത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഡാഹിനി എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. സഹ തസ്യ പ്രദേശः ഭവതി ഡാഗിനി. അതുകൊണ്ടാണ് അതിന് ഡാഗിനി എന്ന പേരുള്ളത്. അവൻ എന്ത് ചെയ്തു? തപസ്സികളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട്, തപം ചെയ്തവരെയൊക്കെ ഉപദ്രവിച്ച് ഇങ്ങനെ സുഖമായി ജീവിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം സാക്ഷാത് ശിവം പ്രാർത്ഥയാമാസഃ. ഭഗവാൻ ശിവः ഭീമശങ്കരः ഇതി രൂപം ധൃത്വാ തം അസുരം മാരിതവാൻ. ഭീമശങ്കരൻ എന്ന രൂപം സ്വീകരിച്ച് അസുരനെ കൊന്നു എന്നാണ് കഥ. ശിവ appeared as ഭീമശങ്കര and slayed the demon Dagini, restoring the peace. Okay, അതാണ് കഥ. So this is the first story about the Jyotirlinga Bhimashankara. There is another story about Jyotirlinga, that is Kumbhakarna, who is the brother of Ravana, who had a son named Bhima. അച്ഛൻ മരിച്ചതിന് ശേഷം Bhima become very anger. He become in very anger, and what he done? He had to done a tapa to please Brahma. ബ്രഹ്മദേവൻ തപസ്സിൽ സന്തുഷ്ടനായി അവന് വരങ്ങൾ നൽകി. തത് സമയെ ഭീമഃ കിം അകുർവൻ? ഭീമഃ ബ്രഹ്മദേവസ്യ വരദാനം സ്വീകൃത്യ ബഹവഃ രാജ്യം ഗത്വാ തത്രസ്ഥഃ രാജാക്കന്മാരെ കൊന്നു, മാരിതവാൻ. പുനഃ കിം അഭവത്? ഏകഥാ കാമരൂപഃ ഇതി കശ്ചന രാജം കാരാഗൃഹേ പ്രേക്ഷിതവാൻ. കാരാഗൃഹത്തിൽ, അതായത് ഇംപ്രിസൺ ചെയ്തു, ജയിലടച്ചു. തത്സമയെ സഹ ശിവഭക്തः ആസീത്. കാമരൂപൻ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി, തന്നോട് ഇങ്ങനെ ചെയ്തതുകൊണ്ട്. ദേഷ്യം വന്ന ഭീമൻ, അത്ര ഭീമഃ മഹാഭാരതം മധ്യേ ഭീമഃ ഇതി മാ ചിന്തയതു, അത്ര ഭീമഃ കുംഭകർണസ്യ പുത്രഃ ഇതി കഥ. അപ്പോൾ ഭീമൻ എന്ത് ചെയ്തു? ഭീമൻ ആ ശിവലിംഗത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗത്തെ നശിപ്പിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അതിൽ നിന്ന് ഭഗവാൻ വന്നു. വളരെ ഘോര രൂപത്തിലാണ് വന്നത്. എന്നിട്ട് ഭീമനെ കൊന്നു. അതുകൊണ്ടാണ് ഭീമശങ്കരൻ എന്ന ജ്യോതിർലിംഗത്തിന് പേര് വന്നെന്ന് കഥ. അतः ജ്യോതിർലിംഗസ്യ നാമः ഭീമശങ്കരः ഇതി പ്രാപ്തമിതി ഏകാ കഥ. പൂർവം ഏകം കഥ മയാ ഉക്തം, എതദ് ദ്വിതീയം ഭവതി. തത് കഥ ഭീമः അത്ര ക്രുദ്ധः ശിവः ഭീമം മാരിतवाൻ, സ്വയം കാമരൂപം രാജം संरक्षितवान्, रक्षितवान्. तथा च तस्य ज्योतिर्लिङ्गस्य नाम भीमशङ्करः. तत्र एकापि कथा अस्ति. तस्य ശങ്കരस्य സ്വെറ്റ്, വിയർപ്പില്ലേ, അതിൽ താഴേക്ക് ഒരു നദി ഒഴുകി വന്നു. ആ നദിയുടെ പേര് ഭീമ എന്നാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തത്ര ഭീമ നാമിക കശ്ചന നദി अस्ति. ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റോറി. एवं भवति भीमशङ्करस्य कथा. एवम् अग्रिम वीडियो मध्ये सेतुबन्धे वच्मि. सेतुबन्धे रामेशं नागेशं धारुकावने. सेतुबन्धः कुत्र अस्ति? रामेश्वरमध्ये अस्ति खलु. रामेश्वरത്തിൽ പോയിട്ടുണ്ടോ? My parents went to Rameshwara after their marriage. I remember that thing. सेतुबन्ध अत्र इदानीमपि तत्र सेतुबन्धः द्रष्टुं शक्नुमः. तदेव तस्य प्रसक्तिः खलु. तद् ऐतिह्यं, तद् कथा आयाः अद्यापि इम्पोर्टेन्स् अस्ति, सिग्निफिकेन्स् अस्ति खलु. रामेशम् इत्युक्ते तत्र रामेश्वरः अस्ति. साक्षात् भगवान् रामः शिवं प्रार्थयामास, अतः रामेशं. नागेशं धारुकावने. नागेशः कः इति क्वस्त्यन् अत्र दत्वा अहं गच्छामि. നിങ്ങളെല്ലാവരും എന്താണ് കഥയെന്ന് ആലോചിക്കുക. നാഗേശം, തത്ര നാഗഃ അസ്തി ഖലു. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ജ്യോതിർലിംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര ജ്യോതിർലിംഗങ്ങളുടെ കാര്യം പറഞ്ഞു. ഓക്കെ ഗൈസ്, ഐ തിങ്ക് യു ഗോട്ട് എൻ ഐഡിയ ഓഫ് ദ ജ്യോതിർലിംഗാസ് ആൻഡ് വാട്ട് ദ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്.
ആൻഡ് വൈ വി വർഷിപ്പ് ദിസ് ജ്യോതിർലിംഗ ഓർ ഫോർ വാട്ട് പർപ്പസ്. ഓക്കെ, ബേസിക്കലി നമ്മൾ എല്ലാ ജ്യോതിർലിംഗങ്ങളെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അവിടെ നേരിട്ട് പോയി ആ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് അതിലേറെ ഉത്തമമാണ്. അത്യുത്തമ ഭവതി തത്ര ഗത്വാ യഥാ പ്രാർത്ഥ്യതി ചെയ്ത്. ഓരോ ഇതിനും ഓരോരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓംകാരേശ്വരൻ നമ്മുടെ ഈഗോയെ ഹനിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഈഗോ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പോകണം. നമുക്ക് മെൻ്റലി കുറച്ച് നമ്മുടെ മെഡിറ്റേഷൻ പോലെ ഒരു ഫീലിംഗ് കിട്ടും. അങ്ങനെ ഓരോന്നിനും ഓരോ കഥകളുണ്ട്. ആ കഥയിൽ നിന്നാണ് എന്താ പറയുക, നമ്മൾ ഈ കഥകളൊക്കെ വിശ്വസിച്ചാണല്ലോ ജീവിക്കുന്നത്. സോ ബേസിക്കലി ആ കഥകളിൽ നിന്ന് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവം മുക്ത്വാ അദ്യതന വീഡിയോ അത്ര സമാപ്യത്തെ. അഗ്രിമദിനെ പാർട്ട് 2 സ്വീകൃത്യ ആഗച്ഛാമി. അതുവരെ എല്ലാവർക്കും bye, stay tuned, do comments, do like and subscribe to my channel. I think you guys really enjoyed my content. If you're interested, do subscribe to my channel. ಧನ್ಯವಾದः. ಓಂ ನಮಃ ಶಿವಾಯ.